ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു. എപ്പിസോഡ് ഓപ്പണിംഗ് സൈഡിൽ മിക്കാസയെ കാണിക്കും. അവളാണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ തല താഴ്ത്തി നിൽക്കുകയാണ്. എറിന്റെ ഈ മാറ്റം അവളെ കൊണ്ട് ഒട്ടും തന്നെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. എറിന് എപ്പോ ഇങ്ങനെ മാറി? ഇനി ഞാൻ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ എറിന്റെ സ്വഭാവം ഇങ്ങനെ ആയിരുന്നു. അവൻ ഇത്രയും കാലം എന്റെ മുൻപിൽ അഭിനയിക്കുകയായിരുന്നു എന്നൊക്കെ അവൾ ചിന്തിക്കും. അപ്പൊ അവിടെ നിന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ എറിനും മിക്കാസയും അവരെല്ലാവരും നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിട്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടം. ആൾക്കാരെല്ലാവരും ഇപ്പോ കിയോമിയോടൊപ്പം മതിലിന് പുറത്തെ ആ ഒരു വലിയ ലോകത്തേക്ക് വന്നിരിക്കുകയാണ്. കോണിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. നമ്മളിപ്പോ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ കാണുന്നതെന്ന് എനിക്കറിയില്ല. ശരിക്കും ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന് ഞാൻ കരുതിയതല്ല. സാക്ഷിയാണെങ്കിൽ വിളിച്ചു പറയും, ആദ്യമായിട്ട് നമ്മുടെ ഐലാൻഡിൽ നിന്ന് ഒരാള് നമ്മളെപ്പോലെ ഒരു കൂട്ടം ആൾക്കാർ ഇപ്പൊ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. സോ ആ ക്രെഡിറ്റ് നമ്മുടേതാണെന്ന് പറയും. അവരാണെങ്കിൽ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കും. ഐലാൻഡിലേക്ക് വന്ന നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും ആ ഒരു ബ്ലാക്ക് മാൻ ഇപ്പോ മാർലയുടെ ഐലാൻഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ആൾക്കാർ അത്ഭുതത്തോടു കൂടെ എല്ലാ കാഴ്ചകളും കാണും. അവരാണെങ്കിൽ അത്ഭുതത്തോടു കൂടെ ഓരോ കാഴ്ചകളും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കാറാണെങ്കിൽ അവരെ ക്രോസ് ചെയ്ത് അങ്ങനെ ചീറി പാഞ്ഞു പോവും. അവരാണെങ്കിൽ അത്ഭുതത്തോടു കൂടെ അതിനെ നോക്കി നിൽക്കും. ആൻജിയാണെങ്കിൽ ഈ കാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ ക്യൂരിയോസിറ്റി കൂടി അവരാണെങ്കിൽ കാർ നൊച്ചത്തിൽ നിലവിളിച്ച് കാറിന്റെ പിന്നാലെ ഓടുകയാണ്. ഇവിടെ ലീവായ്ക്കാണെങ്കിൽ അല്പം നാണക്കേടൊക്കെ തോന്നും. ഇവിടെ മിക്കാസയാണെങ്കിൽ എറിനോട് അവളോടൊപ്പം തന്നെ നിൽക്കാനായിട്ട് പറയും. നമുക്കറിയാത്ത സ്ഥലമാണ്, എന്തെങ്കിലും അപകടം സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയും. ആർമിനാണെങ്കിൽ എറിനങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത് കണ്ട് എന്താണെന്ന് ചോദിക്കും. അതിന് എറി പറയും, കടലിന് പുറത്ത് നമ്മൾ ഉണ്ടെന്ന് വിശ്വസിച്ച ആ സ്ഥലം അത് ശരിക്കും ഇതാണോ? ഇതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയും. അത് കേട്ട് അവർ രണ്ടുപേരും വണ്ടറടിക്കുകയാണ്. ലീവായി ആണെങ്കിൽ എല്ലാവരോടും പറയും, ആരും ഗ്രൂപ്പിൽ നിന്ന് ഭിന്നമായിട്ട് പോകാൻ പാടില്ല, എല്ലാവരും എപ്പോഴും ഒരുമിച്ച് തന്നെ നിൽക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശം കൊടുക്കും. ഇവിടെ സാക്ഷിയാണെങ്കിൽ ഒരു ഐസ്ക്രീം വാങ്ങി കഴിക്കും. അവൾ ഇതുവരെ അത് കഴിച്ചിട്ടില്ല. അവളാണെങ്കിൽ അത് കഴിച്ച് ഷോക്ക് ആവുകയാണ്. കോണിയാണെങ്കിൽ അല്പം ടേസ്റ്റ് ചെയ്യും. അവനും അത് ഒത്തിരി ഇഷ്ടപ്പെടും. പിന്നീട് ജീൻ, അങ്ങനെ എല്ലാവരും മത്സരിച്ച ഐസ്ക്രീം വാരി വാരി തിന്നാണ്. ലീവായി ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ആഞ്ചി അതുകൊണ്ട് ചിരിക്കും. ആ ഒരു പാരഡൈസ് ഐലാൻഡിലുള്ള ഡെവിൾസ് ആണ് ഇവരെന്ന് ആരെങ്കിലും പറയൂ? ജീനാണെങ്കിൽ അർമിനും മിക്കാസയ്ക്കും ആ ഒരു ഐസ്ക്രീം കൊടുക്കും. അതേസമയം ഒരു കാൻഡി ആണെങ്കിൽ ഒരു ബഫോൺ ഇപ്പൊ ലീവായ്ക്ക് നേരെ നീട്ടും. ലീവായി ആണെങ്കിൽ അങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. എറിനാണെങ്കിൽ ആ ഷോക്കിൽ നിന്ന് ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല. മിക്കാസ ആണെങ്കിൽ ഐസ്ക്രീം ഇപ്പൊ എറിന് നേരെ നീട്ടും. അവൻ പറയും, ഇത് ഐസ്ക്രീം അല്ലേ, എന്റെ അച്ഛന്റെ മെമ്മറിയിൽ ഞാൻ ഇതിനെ കുറിച്ച് കണ്ടിരുന്നു. ഇത് ആക്ച്വലി മാർലിയൻസിന് മാത്രമായിരുന്നു കുടിക്കാൻ കഴിഞ്ഞിരുന്നെന്ന് പറഞ്ഞ് അവരത് മേടിക്കും. അതേസമയം ഒരു ചിന്ന പയ്യനാണെങ്കിൽ മിക്കാസയുടെ ക്യാഷ് മോഷ്ടിച്ചോടും. അത് കണ്ട ലീവായി ആണെങ്കിൽ അവനെ പിടിക്കുകയാണ്. അവൻ മോഷ്ടിച്ചു എന്ന് അറിഞ്ഞപ്പോ ഒരുപാട് ആൾക്കാർ ഇപ്പൊ അവനെ റൗണ്ട് ചെയ്ത് നിൽക്കും. ഇതിലുള്ള ഓരോരുത്തരാണെങ്കിൽ അവനെ തല്ലിക്കൊല്ലണം, കടലിലേക്ക് വലിച്ചെറിയണം, കെട്ടിത്തൂക്കണം എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. മിക്കാസയാണെങ്കിൽ അത് കേട്ട് വണ്ടറടിക്കും. അതൊരു ചെറിയ കുഞ്ഞാണ്, അവൻ അടിച്ചു മാറ്റിയ പേഴ്സ് അതെനിക്ക് തിരികെ കിട്ടിക്കഴിഞ്ഞു, ഇനി എന്തിനാണ് അപ്രകാരം ചെയ്യുന്നത്? അതിനവര് പറയും, നിനക്ക് പേഴ്സ് തിരികെ കിട്ടി, നാളെയും ഇവൻ ഇപ്രകാരം മോഷണം നടത്താൻ ചാൻസ് ഉണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവനും ആ എൽഡിയൻസിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും. സോ ഉറപ്പായാലും ഇവൻ ശിക്ഷ കൊടുക്കണം. അത് കേൾക്കുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് അവരുടെ മുഖത്ത് ചെരുപ്പെടുത്ത് അടിച്ച പോലെ ഒരു ഫീൽ തോന്നുകയാണ്. ഇങ്ങനെ തൂക്കിയെടുക്കും. ഈ പേഴ്സ് ഇവന്റേതല്ലാന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അത് അവന്റെ ചേച്ചി സാഷയുടേതാണ്, അവര് ഒരു ഫാമിലിയിലേതാണെന്ന് പറയും. ഉടനെ ബാക്കിയുള്ളവർ കാര്യം പിടികിട്ടും. ലീവായി ആ പയ്യനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന്. ചുറ്റുമുള്ളവരെല്ലാവരും വണ്ടറടിച്ച് അവരെ തന്നെ നോക്കും. ഉണ്ടായിരുന്നവരെല്ലാം അവർക്ക് നേരെ ടേൺ ചെയ്യുന്നത് കണ്ട ലീവായി ആണെങ്കിൽ ആ ചെക്കനെ തൂക്കിയെടുത്ത് ഓടും. അദ്ദേഹത്തിന് പിന്നാലെ ബാക്കിയുള്ള നമ്മുടെ ആൾക്കാരും. അല്പനേരം ഓടി ഒരു സ്ഥലത്ത് റിലാക്സ് ചെയ്യുമ്പോൾ ആ ചെക്കനെ കാണാനില്ല. അവൻ ദൂരത്തായിട്ട് മതിലിന് മേലെ ഹായ് ആയിട്ടിരിക്കുകയാണ്. അവൻ ആ ഗ്യാപ്പിൽ ലീവായുടെ പേഴ്സും അടിച്ചു മാറ്റി അതങ്ങനെ ഉയർത്തി കാണിച്ചു കൊടുക്കും. ലീവായി ആണെങ്കിൽ അത് കണ്ട് ഞെട്ടും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാരെല്ലാവരും കിയോമിയുടെ മാൻഷനിലേക്ക് വരും. അവള് പറയും, ഇവിടെ ബ്ലഡ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് എൽഡിയൻസ് ഇവിടേക്ക് വന്ന് മാർലിയൻസിന്റെ ഇടയിൽ ഇടകലർന്നു പോയി. ഇപ്പൊ ആരൊക്കെയാണ് എൽഡിയൻസ്, ആരൊക്കെയാണ് മാർലിയൻസ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ബ്ലഡ് ടെസ്റ്റ് നടത്തി എൽഡിയൻസ് ആയവരെ എല്ലാവരെയും തുരത്തി ഓടിക്കാനാണ് അവർ പ്ലാൻ ചെയ്യുന്നതെന്ന് നമ്മുടെ ആൾക്കാരോട് കിയോമി പറയും. ഇത് കേട്ട് നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ടെൻഷൻ കൂടും. കാരണം ഇവിടെയുള്ള എൽഡിയൻസിന്റെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മളുടെ ഐലാൻഡിലുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താവോന്ന് അവർ ചിന്തിക്കും. കിയോമി പറയും, നാളെ വലിയൊരു ഡിസ്കഷൻ അത് നടക്കാൻ പോവാണ്. പക്ഷെ എങ്കിലും എനിക്കതിൽ പോസിറ്റീവായിട്ടുള്ള എൽഡിയൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള തീരുമാനം ലഭിക്കുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ഞാൻ കാത്തിരിക്കുകയാണ്. അഞ്ചാണെങ്കിൽ കിയോമിയോട് പറയും, ഒരു സമാധാനപരമായ അന്തരീക്ഷം അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ കിയോമിക്കാണെങ്കിൽ അതിൽ വലിയ ഉറപ്പൊന്നുമില്ല. ഇത്രയും കാലവും ഡെവിൾസ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുന്ന വലിയൊരു ഐലാൻഡാണ് നമ്മുടെ ആൾക്കാരുടേത്. ഉടനെ മിക്കാസയാണെങ്കിൽ ചാടി എഴുന്നേക്കും. കാരണം എറിനെ അവിടെ എവിടെയും കാണാനില്ല. അവളാണെങ്കിൽ ഒരുപാട് അന്വേഷിച്ച് ഇപ്പൊ അവനെ കണ്ടെത്തും. അവനാണെങ്കിൽ വിജനമായ ഒരു സ്ഥലത്ത് നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എറിൻ, നീ എന്തിനാ ഒറ്റയ്ക്ക് ഇവിടേക്ക് വന്നേ? അവരുടെ എല്ലാവരുടെയും മെയിൻ ടാർഗറ്റ് നീയാണെന്നുള്ള കാര്യം നീ മറന്നുപോയോ? അവൻ കരയുന്നത് കണ്ട് ആണെങ്കിൽ ഷോക്കാവും. ദൂരത്തായിട്ട് ആ ഒരു പോക്കറ്റ് അടിച്ച പയ്യനും അവന്റെ ഫാമിലിയും അവരാണെങ്കിൽ എറിനെ നോക്കി കൈവീശി കാണിച്ച് കടന്നു പോവാണ്. അവളാണെങ്കിൽ കാര്യം അന്വേഷിക്കും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് കാണിക്കും. അവിടെയാണെങ്കിൽ ഒരുപാട് കൂടാരങ്ങൾ.
ആരൊക്കെയാണോ ആ വലിയ ഫൈറ്റിൽ അവരവരുടെ വീടൊക്കെ നഷ്ടപ്പെട്ടത് അവരെല്ലാവരും താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ. സത്യത്തിൽ നമുക്കും സംഭവിച്ചത് അത് തന്നെയാണ്. എന്നാണെങ്കിൽ മിക്കാസയെ നോക്കി നീ എന്തുകൊണ്ടാണ് എപ്പോഴും എന്നെ പ്രൊട്ടക്ട് ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ടാണോ? ഞാൻ നിന്റെ ജീവൻ ചെറുപ്പത്തിൽ രക്ഷിച്ചതുകൊണ്ടാണോ? നമ്മളൊരു ഫാമിലി ആയതുകൊണ്ടാണ്? മിക്കാസയ്ക്കാണെങ്കിൽ പെട്ടെന്ന് ആ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. അവൾ അല്പനേരം ആലോചിച്ച് നമ്മളൊരു ഫാമിലി ആയതുകൊണ്ടെന്ന് പറയും. ഉടനെ ആ പയ്യന്റെ ഗ്രാൻഡ് പേ ആണെങ്കിൽ അവർക്ക് കുടിക്കാൻ ഡ്രിങ്ക്സുമായിട്ട് വരും. ആ സമയം ജീൻ ആണെങ്കിൽ വിളിച്ചു പറയും, നിങ്ങൾ എന്തായി ചെയ്യണേ? മര്യാദയ്ക്ക് താഴേക്ക് ഇറങ്ങി വാ, മുകളിൽ നിൽക്കാൻ പാടില്ല. എന്നാൽ എറിനാണെങ്കിൽ അവരെയും മുകളിലേക്ക് ക്ഷണിക്കുകയാണ്. പിന്നീട് അവർ ആദ്യമായിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് അങ്ങനെ ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് ബോധം കെട്ട് താഴെ വീഴും. പിന്നീട് ലീവായും ഹാൻജിയും ആ ഒരു ബ്ലാക്ക് മാനും ഇവര് 3 പേരും അവിടേക്ക് വന്ന് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് കാണുകയാണ്. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് മിക്കാസയെയും അർമിനെയും കാണിക്കും. അവർ 2 പേരും അപ്പോഴും എറിനെ പ്രൊട്ടക്ട് ചെയ്ത് അവരുടെ അടുത്ത് തന്നെ കിടക്കുകയാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നടക്കുന്ന ആ ഒരു മീറ്റിംഗ് കാണിക്കുകയാണ്. മീറ്റിംഗില് പ്രധാനപ്പെട്ട ആ ഒരു മാർലിയൻ ആളാണെങ്കിൽ വിളിച്ചു പറയും, ഇവിടെ ഒരുപാട് എൽഡിയൻസ് ഉണ്ട്. പക്ഷേ ഇവിടെയുള്ള എൽഡിയൻസിനെ കഴിഞ്ഞും ഏറ്റവും വലിയ ശത്രുക്കൾ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്ന് പോയി പാരഡൈസ് ഐലാൻഡിൽ സെറ്റിൽഡ് ആയ ആ ഒരു എൽഡിയൻസ് ആണ്. അവർ ശരിക്കും ഡെവിൾസ് ആണെന്ന് പറയും. അത് കേട്ട് എല്ലാവരും കൈയടിക്കും. അപ്പൊ അതേസമയം അവരുടെ കൂട്ടത്തിൽ നമ്മുടെ ആൾക്കാർ ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് അവിടുന്ന് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോവും. അതിനുശേഷം മിക്കാസയാണെങ്കിൽ എറിനെ കണ്ടിട്ടില്ല. പിന്നീട് കുറെ നാളിന് ശേഷം ഒരു ലെറ്റർ വരും, ഞാൻ സീക്കിനോടൊപ്പം ചേർന്ന് ചില കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. പിന്നീട് അവനെ മീറ്റ് ചെയ്തത് ലിബറിയോ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു സമയത്താണ്. അതിനുശേഷം സാഷ മരിച്ചത്, ആ ഒരു വലിയ ഫൈറ്റ് ഉണ്ടായത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഒടുവിലായിട്ട് എറിൻ, നീ എന്നെ എങ്ങനെയാണ് കാണുന്നത്? എന്നോടുള്ള ഇമോഷൻ അതെന്താണെന്നൊക്കെ ചോദിച്ച കാര്യം അതവിടെ ഇപ്പൊ ആലോചിക്കും. അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ എറിനെ കാണിക്കും. എറിനാണെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം എവിടെ നിന്നാണ് തുടങ്ങിയെന്നൊക്കെ ചിന്തിക്കാനായിട്ട് തുടങ്ങും. ആ സമയത്ത് എലനയും എറിനും അവർ 2 പേര് സീക്രട്ടായിട്ട് മീറ്റ് ചെയ്ത ഒരു രംഗം അത് കാണിക്കുകയാണ്. എലനയാണെങ്കിൽ എറിനോട് പറയും, നമുക്ക് സീക്കിന്റെ പ്ലാൻ അത് ഫോളോ ചെയ്യണം. എൽഡിയൻസിന് ഇനി തലമുറ ഉണ്ടാവാതിരുന്ന ഈ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ലോകത്തുള്ള എല്ലാവരും നമ്മളെ സ്വീകരിക്കും. എൽഡിയൻസിനോടുള്ള വെറുപ്പ് തീർച്ചയായിട്ടും അവർ മറക്കും. അതിന് എറിനാണെങ്കിൽ ഓക്കെ പറഞ്ഞ് അവന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഫ്ലോക്ക് ആ ബ്രൗൺ ഹെയറിനോട് നമ്മൾ ഒരിക്കലും അവൾ പറഞ്ഞത് ഫോളോ ചെയ്യാൻ പോകുന്നില്ല, അവളുടെ ഒരു വിശ്വാസ്യത ഉണ്ടാകാൻ മാത്രമാണ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് അവളുടെ മുൻപിൽ ഞാൻ അഭിനയിച്ചത്. എന്നാൽ നമ്മളുടെ വഴി അത് ഡിഫറെന്റ് ആണെന്നുള്ള സത്യം അത് ഇപ്പോ അവനാണെങ്കിൽ ആ ഫ്ലോക്ക് പയ്യനോട് തുറന്നു പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്ത അതിനുശേഷം നമ്മുടെ ഹീറോ എറിനാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഹിസ്റ്റോറിയുടെ അടുത്തേക്ക് പോകും. ഫ്ലോക്കിനോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ അവളോട് തുറന്നു പറയും. ഈ ലോകം മുഴുവൻ നമ്മുടെ ശത്രുക്കളാണ്. ഐലാൻഡിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെയും നമ്മൾ നശിപ്പിക്കണം. അവളാണെങ്കിൽ അത് കേട്ട് ഞെട്ടും. ആണെങ്കിൽ ഷോക്കായിട്ട് ഇപ്പൊ എറിനോട് ചോദിക്കും, നീ എന്തായി പറയണേ? ഒന്നും അറിയാത്ത ഒരുപാട് നിരപരാധികളായിട്ടുള്ള മനുഷ്യര് അതിൽ മരണപ്പെടും. അതിനെറിൻ പറയും, അതെ, ഈ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യണമെങ്കിൽ അത് മാത്രമേ മുൻപിൽ ഇനിയൊരു വഴിയായിട്ടുള്ളൂ. ജനിക്കുന്ന കുഞ്ഞ് അത് അമ്മയെ ഭക്ഷിച്ചതിന് ശേഷം ടൈറ്റൻ പവർ കിട്ടി. അങ്ങനെ ഒരു വൃത്തികെട്ട സിസ്റ്റമാണ് ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത്. അതെല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ. അതിനിതല്ലാതെ മറ്റൊരു വഴിയില്ല. ആണെങ്കിൽ എറിനോട് പറയും, നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിന്നെ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ. എനിക്ക് ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. അതിനവൻ പറയും, കുഴപ്പമില്ല, ആ ഫൗണ്ടൈൻ ടൈറ്റൻ പവർ കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ മെമ്മറി അത് ഞാൻ റൈസ് ചെയ്യാം. അതിനവള് പറയും, ഒരിക്കലും അത് പറ്റില്ല. അതിനവനാണെങ്കിൽ അവളോട് പറയും, നീ ഒരു വേസ്റ്റ് ഗേൾ ആണ്, സോ നീ ഇപ്രകാരം ചിന്തിക്കുന്നതിൽ എനിക്ക് അതിശയമില്ല. ആണെങ്കിൽ വീണ്ടും എറിനുമായിട്ട് തർക്കിച്ചു കൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അവന്റെ ബ്രദർ സീക്കോ ആയിട്ട് അവൻ സംസാരിക്കുന്ന ആ ഒരു സമയം. മിക്കാസയ്ക്ക് എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഹെഡേക്ക് വരുന്നതെന്ന് അവൻ സീക്കിനോട് ചോദിക്കും. സീക്കോ പറയും, ഇടയ്ക്കിടയ്ക്ക് അവരുടെ പവർ അത് അവേക്കനാവും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനോ അല്ലെങ്കിൽ മറ്റൊരാളെ രക്ഷപ്പെടുത്താനോ ആണ് അവർക്ക് ഇപ്രകാരം ഒരു ഹെഡേക്ക് അത് വരിക. അതാണ് അവളിൽ സംഭവിക്കുന്നത്. നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിരിക്കും അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഹെഡേക്ക് അത് വരുന്നത്. കട്ട് ചെയ്ത ഇപ്പൊ മാർലൈസും അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാരും ചേർന്നുള്ള ആ ഫൈറ്റ് അത് കാണിക്കും. ആ സമയത്ത് ഹീറോ ആണെങ്കിൽ അവന്റെ കാല് തന്നെ മുറിച്ച് മാറ്റുകയാണ്. എങ്ങനെയെങ്കിലും അവന്റെ ഫ്രണ്ട്സുകളെ രക്ഷിക്കണം, ആ ഒരു ലക്ഷ്യം മാത്രമാണ് എറിനെന്നുണ്ടായിരുന്നത്. അവന് ലോകത്തിലുള്ള നിരപരാധികളായിട്ടുള്ള ജനങ്ങളെ കൊല്ലണമെന്ന് യാതൊരു ഉദ്ദേശവുമില്ല. പക്ഷേ അവന്റെ ഫ്രണ്ട്സുകളെ രക്ഷിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവും അവനില്ല. അത് ഫ്രണ്ട്സുകളോട് പറഞ്ഞ അവരൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല. കട്ട് ചെയ്ത പ്രസന്റില് എറിനെയും ആ ടൈറ്റൻസിനെയും കാണിക്കും. ലോകത്തെമ്പാടുമുള്ള വാർഷിപ്പുകളെല്ലാം അവർക്ക് നേരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുകയാണ്. ആ സോൾജേഴ്സ് ആണെങ്കിൽ ദൂരേക്ക് നോക്കും. ആ ഒരു വലിയ ടൈറ്റൻസ് കടലിലൂടെ നീന്തി വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം അവർ ഷൂട്ടിംഗ് ആരംഭിക്കും. മുൻനിരയിലുണ്ടായിരുന്ന ഒരുപാട് ടൈറ്റൻസിനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള കനോൺ അറ്റാക്കിൽ അവർക്ക് തകർക്കാനായിട്ട് കഴിയും. അവർ ശ്വാസമൊക്കെ വലിച്ചുകൊണ്ട് റിലാക്സ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു വലിയ പട ടൈറ്റൻസ് അവിടേക്ക് വരും. അതുകൊണ്ട് അവർ ഞെട്ടും. സോൾജിയേഴ്സ് ആണെങ്കിൽ വീണ്ടും നിർത്താതെ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അവറ്റുകളാണെങ്കിൽ ആ ഷിപ്പിന്റെ അടുത്തെത്തി കഴിഞ്ഞു. അവറ്റുകൾ ആ ഷിപ്പിന്റെ അടുത്തെത്തേണ്ട താമസം ഷിപ്പിലുണ്ടായിരുന്ന സോൾജിയേഴ്സ് കത്തിക്കരിഞ്ഞു പോവാണ്.
ആ ഒരു ടൈറ്റൻസിന്റെ ബോഡിയിൽ നിന്ന് ക്രിയേറ്റ് ആവുന്ന ടെമ്പറേച്ചർ അത് അത്രയധികം വലുതാണ്. മറ്റവളാണെങ്കിൽ വലിയ വലിയ കപ്പലുകൾ അങ്ങനെ വലിച്ചെറിയാണ്. അത് കണ്ട് സോൾജിയേഴ്സ് ഞെട്ടും. ഇനി അവറ്റകളെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കിയ സോൾജിയേഴ്സ് ആണെങ്കിൽ ഉഷാറായിട്ട് ഓടും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് കാണിക്കും ജയന്റ് ടൈറ്റൻസ് അങ്ങനെ ഹായ് ആയിട്ട് നടന്നു വരുന്നത്. അവരുടെ ഏറ്റവും പുറകില് ഒരുപാട് സൈസിൽ എറിനെ കണ്ടവർ തിരിച്ചറിഞ്ഞ് എറിനെ ചൂണ്ടിക്കാണിക്കും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.